അപ്പൊ സാറ് പ്രതിയാവൂലേ? അവൾ എത്രമാത്രം എനിക്ക് ഇഷ്ടമുള്ള കാര്യം നിനക്കറിയാറുന്നില്ലേ? അവളെ കണക്കിന് ഒരു പാവത്തിന് ഇങ്ങനെ പണി കൊടുത്തുള്ളവരെ ഞാൻ പണി കൊടുത്തില്ലെങ്കിൽ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? എന്നിട്ട് സാർ അവനെ എന്ത് ചെയ്ത്? ഇതൊക്കെ ചെയ്തിട്ടും ആൾക്കാർ മുമ്പിൽ മാനായിട്ട് നടക്കാൻ സമ്മതിക്കില്ല. കൊന്നുപോവില്ലേ? തിന്നാ തിരും. അവനവളുടെ വീട്ടിലുണ്ടാക്കിയത് ഞാൻ അവനെ കൊണ്ടെന്നെ തിരിച്ച്. സ്ത്രീ കോട്ടയത്ത് ഹോസ്റ്റലാണ് സ്ഥലം. സർ, ആ സ്ത്രീയുടെ ഫോണിൽ നിന്ന് ഏറ്റവും കൂടുതൽ കോളുകൾ പോയിരിക്കുന്ന സുധി എന്ന പോലീസുകാരന്റെ ഫോണിലേക്കാണ്. 4 ദിവസം മുന്നേ ഈ 2 നമ്പറുകളും കോട്ടയത്തുള്ള ഒരു ടവർ ലൊക്കേഷന്റെ കീഴിലുണ്ടായിരുന്നു സർ. ബോഡി പാർട്സ് കിട്ടിയിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും ഇയാളുടെ പ്രസൻസ് ഉണ്ട്. ഫോണിലെ വാട്സപ്പിന്റെ ചാറ്റ് റിട്രൈവ് ചെയ്തിട്ടുണ്ട് സർ. ഞാൻ ഡോക്ടറെ കണ്ടു. 4 മാസമായി. ഇത് ഒഴിവാക്കാൻ പറ്റുന്ന സ്റ്റേജ് അല്ല. എനിക്ക് ഇതിനെ കണ്ടേ പറ്റൂ. എന്റെ അവസ്ഥ അറിയാലോ, ഞാൻ വരാം. നാട്ടിൽ നടത്തിയ കോട്ടയം കൊലപാതക കേസിൽ വഴിത്തിരിവ്. മൃഗീയമായി കൊല്ലപ്പെട്ട അജ്ഞാതയായ സ്വദേശി അമൃത. കോട്ടയം ARKമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥൻ മധുവിന്റെ ഭാര്യയാണ് കൊല്ലപ്പെട്ട അമൃത. ഫോറൻസിക് ഉദ്യോഗസ്ഥരും വിരലടയാള വിദഗ്ധരും കണ്ടെത്തിയ തെളിവുകളാണ് കേസിൽ നിർണായകമായത്. മൃതദേഹം കുത്തിനുറുക്കി ശരീരഭാഗങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. ഫസ്റ്റ് ഈ പേരും അഡ്രസ്സും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഇനി നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവന്റെ ഒന്നും പപ്പും പൊടിയും പോലും കാണത്തില്ല. ചെയ്യില്ല, നിന്നെ കൊല്ലണമെന്നൊരു ആവശ്യം എനിക്കുണ്ടായിരുന്നു. എന്നീ ആ കൈപ്പതി കണ്ടുകൊണ്ട് മാത്രം. പറയില്ല സാറേ, പറ്റിപ്പോയി സാറേ. സാറേ നിനക്ക് എപ്പോഴെങ്കിലും എന്നോട് കുറ്റം വന്നു വെച്ചിട്ടുണ്ടോ? സാറേ